കുടുംബക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ നമ്മളെ കുടുംബാരാധനകളിൽ നമ്മൾ ഈ വാർഷിക പൂജയോടനുബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാസപൂജയോടനുബന്ധിച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് പല ആളുകളും നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ വിടണമെന്നും അവർ താല്പര്യപ്രകാരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതായത് നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലും കുലദേവത പരദേവത ക്ഷേത്രങ്ങളിൽ ഒക്കെ ഈ കോഴിവെട്ട്, അതുപോലെ ആടുവെട്ട്, അതുപോലെ മറ്റു ഗുരുതി പോലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഏത് തരത്തിലാണ്, ഇത് ശരിയോ തെറ്റോ, നല്ലതാണോ, ഗുണകരമാണോ എന്നുള്ള പല ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാലാകാലങ്ങളായി വലിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടുന്നൊരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള വീഡിയോ ഇടുക എന്നുള്ളതിലപ്പുറം അതിൽ ഏത് തരത്തിലുള്ള നിവേദ്യങ്ങൾ കൊടുക്കണം, ഏത് തരത്തിലുള്ള പൂജകൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു അഭിപ്രായം, ഒരു നിർദ്ദേശം നൽകാനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒരിക്കലും അതിൽ നമ്മൾ മുതിരുകയില്ല. എങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം മാത്രം ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പൂർവികർ ആചരിച്ചു വന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യമാണ് 90% കാണുന്നത്. ബാക്കി കുറച്ച് ക്ഷേത്രങ്ങളിൽ അതാത് കാലത്ത് ഇപ്പോൾ ഉള്ള ആളുകളുടെ മനസ്ഥിതിക്കനുസരിച്ചും മുന്നോട്ട് പോകുന്ന രീതിയുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൂർവികരായിട്ട് ചെയ്തു പോകുന്നത് പിന്തുടർന്നു പോരുകയും, രണ്ടാമത്തൊരു കാര്യം ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മനോനിധിക്കനുസരിച്ച് ഇപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതികളുമുണ്ട്. ഇത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് മനസ്സിന് സംതൃപ്തി നൽകുക, അവരുടെ പൂജയുടെ അവരുടെ ആ ഒരു പ്രവൃത്തിയുടെ ആ ഒരു ഗുണം അവരുടെ മനസ്സംതൃപ്തിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരെ ചോദ്യം ചെയ്യാൻ മുതിരുന്നില്ല. എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുപോലെ മുജ്ജന്മ കർമ്മത്തിലും ഇനിയൊരു ജന്മം ഉണ്ട് എന്നുള്ള ചില നിഗമനങ്ങളിലൂടെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്, കൂടുതൽ ആളുകളും ആ തരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ കർമ്മത്തിന് വലിയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നാം തന്നെ അനുഭവിക്കുക എന്നുള്ളത് വലിയൊരു സത്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ ശുദ്ധമാവുകയും പരിശുദ്ധമാവുകയും നമ്മൾ നമ്മുടെ കർമ്മത്തിലും വാക്കുകളിലൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം എല്ലാ ശാസ്ത്രങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അഷ്ടാദശാപുരാണത്തിൽ വ്യാസൻ ചൊന്നത് രണ്ടുതാൻ, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നുള്ളതാണ്. അതായത് എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം വ്യാസമഹർഷി രണ്ട് കാര്യങ്ങളാണ് ഈ ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. പരോപകാരമാണ് ഏറ്റവും വലിയ പുണ്യമെന്നും ഏറ്റവും വലിയ പാപം പരപീഡനവുമാണ്. മറ്റുള്ളതിനെ സഹായിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും അധികം പുണ്യവും, മറ്റുള്ളതിനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം എന്നുള്ളത് നമ്മളെ ശാസ്ത്രങ്ങളിൽ നിന്ന് സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം നാം തന്നെ അനുഭവിക്കണം. നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മളെ വീടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ അവരും അതിൻ്റെ കൂടെ അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയാണ് നമ്മൾ ലോകത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത്തരത്തിലുള്ള അതിൻ്റെ റിപ്ലൈ ആണ് നമ്മൾക്ക് കിട്ടുക. നാം ഒരു കല്ല് ആകാശത്തേക്ക് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, എത്ര ദൂരത്തേക്ക് നാം എറിഞ്ഞു കഴിഞ്ഞാലും ആ കല്ല് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞാൽ ആ കല്ല് നേരെ തിരിച്ച്
താഴേക്ക് തന്നെ വരുമെന്നുള്ളതും അത് താഴെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതും നമുക്കറിയാവുന്നൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും പോയിട്ടുള്ളൊരു വാക്ക് അത് നമ്മളിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളിലേക്ക് തിരിച്ചു വരും. അതുപോലെ നാം ചെയ്ത ഒരു പ്രവൃത്തി അത് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കതിൻ്റെ ഫലമായി തിരിച്ചു വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. കർമ്മത്തിൻ്റെ ഫലം നാമല്ല നിശ്ചയിക്കുന്നത് എങ്കിലും കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് വാക്യം തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഫലമാണ് നമ്മൾക്ക് കിട്ടുക. അപ്പം നമ്മൾ എത്തരത്തിലുള്ള പൂജാവിധികളാണോ, എത്തരത്തിലുള്ള കർമ്മങ്ങളാണോ, എത്തരത്തിലുള്ള ആചാരങ്ങളാണോ നാം പിന്തുടരുന്നത്, അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നാം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് നാം ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഓരോരുത്തരും എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഏത് തരത്തിലുള്ള ഘോരകർമ്മങ്ങളാണ് നാം ചെയ്തതെങ്കിൽ ആ ഘോരമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരും. അല്ലാത്ത തരത്തിലുള്ള കർമ്മങ്ങളാണ് നാം അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ളതിൻ്റെ ഫലം അനുഷ്ഠിക്കേണ്ടി വരും. അപ്പം നമ്മൾ കുടുംബദേവതയ്ക്ക് നമ്മുടെ ദേവതയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നാം ഉറപ്പ് പറയട്ടെ, നമ്മുടെ ദേവതയ്ക്ക് നമ്മൾ എന്ത് സമർപ്പണം ചെയ്ത് മനസ്സറിഞ്ഞ് കൊടുത്താൽ എന്തും ഭഗവതി സ്വീകരിക്കും, ആ ദേവത സ്വീകരിക്കും എന്നുള്ളതാണ്. ആ ഭക്തൻ എന്ത് കൊടുത്താലും സ്വീകരിക്കും എന്നുള്ളതാണ്. ഭഗവത്ഗീതയിലും പറയുന്നു പത്രം പുഷ്പം ഫലം തോയം എന്നത്. അതായത് പുഷ്പം കൊണ്ട് അർപ്പിച്ചാൽ ഭഗവാൻ സ്വീകരിക്കും, ഇല കൊണ്ട് അർപ്പിച്ചാൽ ഭഗവാൻ സ്വീകരിക്കും. എന്താണ് നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യുന്നത് ഈശ്വരൻ സ്വീകരിക്കും എന്നുള്ളതാണ്. സ്വീകരിക്കാതെ തരമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്താലും, ഇപ്പോൾ കോഴി വെട്ടി കൊടുക്കുകയാണ്, രക്തം കൊടുക്കുകയാണ്, ആട് വെട്ടി കൊടുക്കുകയാണ്, ഇല്ല പായസം വെച്ച് കൊടുക്കുകയാണ്, പഴങ്ങൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, എന്ത് നമ്മൾ സമർപ്പിച്ചാണ്, ഇല്ലെങ്കിൽ മദ്യം വെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇളനീര് വെച്ച് കൊടുക്കുകയാണ്, എന്തും നമ്മൾ വെച്ച് കൊടുത്താലും ആ ദേവത അത് സ്വീകരിക്കും എന്നുള്ളതാണ്. കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, സമർപ്പണ ബുദ്ധിയാ കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ളൊരു തത്വം അവിടെ കിടക്കുന്നത് കൊണ്ട് സ്വീകരിക്കാത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് അതിൻ്റെ റിപ്ലൈ ആ തരത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏത് കർമ്മത്തിലുള്ള കർമ്മഫലം നമ്മൾ കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തിൻ്റെ ഫലമായിരിക്കും നമുക്ക് കാലക്രമേണ നമുക്ക് കുടുംബത്തിൽ തിരിച്ചു കിട്ടുക. നമ്മൾ പരമ്പരയായിട്ട് പൂർവികരായിട്ട് എന്തൊക്കെ ചെയ്തു വെച്ചോ അതിൻ്റെ ചെറിയൊരു അംശം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. കാര്യം കുലദേവത എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെ മൊത്തം ദേവതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുലദേവതയ്ക്ക് കൊടുക്കുന്നത് എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് സങ്കല്പം. അപ്പം അതുകൊണ്ട് തന്നെ നാം അത് ആലോചിച്ച് ചിന്തിച്ച് കാലത്തിനനുസരിച്ച് നാം നമ്മുടെ ഭാവിക്ക് സുരക്ഷിതമാവുന്ന രീതിയിൽ നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള കർമ്മങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ വിവേചനം എന്നുള്ളതും നമ്മൾ ഈ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നുള്ള ആ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് നാം ഈ ഒരു ഭാരതീയരെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറയുന്നത് പോലെ നാം ഇവിടെ ജീവിക്കുമ്പോൾ ഒരു പുൽക്കൊടിക്ക് പോലും, ഒരു കൃമികീടത്തിന് പോലും, ഒരു ഉറുമ്പിന് പോലും, അതുപോലെ ഒരു ജീവിക്ക് പോലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പാടിപ്പുകഴ്ത്തി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളുടെ ഭാരതഭൂമി എന്നുള്ളത് കൊണ്ട് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് നമ്മുടെ ആളുകളെ ബോധവാന്മാരാക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇത്തരം കർമ്മങ്ങളിൽ മാറ്റം വരുത്തുക, അത്തരം കർമ്മങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളതിൻ്റെ എല്ലാവിധ ഒരു കുലദേവതയുടെ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു.